ഇതാണ് ആം കർവ് സ്കെയില്. നമ്മളന്ന് സ്ലീവ് കർവ് സ്കെയില് കാണിച്ചില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മുടെ കൈയിലേക്ക് കൈയിന്റെ ലെങ്ത് ഷേപ്പിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാവേ. നമ്മളിങ്ങനെ സ്ലീവ് ആം ഹോൾ മെഷർമെന്റ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ എത്ര ഇഞ്ചാണ് വേണ്ടത് നമ്മൾ അത് മാർക്ക് ചെയ്തെടുക്കുക. എനിക്ക് ഇവിടെ 8 ഇഞ്ചായിരുന്നു വേണ്ടത്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ആ വിട്ട് വരുന്നത് ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ. അതും കൂടെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്ലീവിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ സ്ലീവ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്കെയിലിന്റെ ഒരു യൂസ് നമുക്ക് കൂടുതൽ ഗുണകരമാവുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആം കർവ് സ്കെയിൽ. നമ്മുടെ ഒരു കർവ് പോലെ വന്നിരിക്കുന്നത് കണ്ടോ. അതാണ് ഈ സ്കെയിലിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ കൈക്കുഴിയുടെ അവിടുന്ന് നമ്മുടെ താഴത്തെ സ്ലീവിന്റെ എൻഡ് പോർഷനിലേക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് അറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മളിത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വ്യത്യാസം തോന്നുന്നില്ല. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആം ഹോൾ എത്രയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ ആ ഒരു പോയിന്റിൽ ആ സ്കെയിലിന്റെ ആ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം വെക്കുക. അതുപോലെ തന്നെ എൻഡ് പോർഷനിൽ ആ വിട്ട് മാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെക്കുക. ആ 2 പോയിന്റുകൾ തമ്മിൽ നമ്മളിങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ വേണം ആ ഒരു സ്കെയില് വെച്ച് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ കേട്ടോ. ശേഷം ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. നമ്മൾ ആ ആം ഹോളിന്റെ ആ പോയിന്റും നമ്മുടെ സ്ലീവ് വിട്ടിന്റെ ആ പോയിന്റും തമ്മിലാണ് ഇത് യോജിപ്പിക്കേണ്ടത്. കണ്ടോ, നല്ലൊരു ഷേപ്പിൽ തന്നെ വന്നിട്ടില്ലേ. നമ്മൾ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ സ്ലീവ് കിട്ടും. തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇപ്പൊ സ്റ്റിച്ചിങ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ഒത്തിരി ടൂൾസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലെ നമ്മുടെ ലെഗ് കർവ് സ്കെയിലും ഹിപ്പ് കർവ് സ്കെയിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ.